എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ഫംഗ്ഷന് പോവുകയാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എല്ലാരും നല്ല ഒരുങ്ങി കെട്ടി പോവുകയാണ്. അപ്പൊ ഇന്നാള് നമ്മളൊരു എൻഗേജ്മെന്റിന് പോയിട്ടുണ്ടായിരുന്നില്ലേ, ഷാരോൺ ചേച്ചിന്റെയും ജോബി ചേട്ടന്റെയും അനിയന്റെ. അപ്പൊ അവരെ കല്യാണമാണ് ഇന്ന്. അതിന് വേണ്ടിട്ട് നമ്മള് രാവിലെ 8 മണിക്കേ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കേട്ടാ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയെന്ന് തളിപ്പറമ്പ് എത്തിയിട്ടുണ്ട്. അപ്പൊ നിച്ചുട്ടിനെല്ലാം രാവിലെ എണീച്ച് സെറ്റ് ആക്കി പിച്ചു. പോവാൻ പറ്റുമോ എന്നുള്ള കാര്യം ഡൗട്ടായിരുന്നു കേട്ടോ. നല്ല കപക്കെട്ട ഉണ്ടായി എനക്കും നിച്ചൂട്ടിക്കും 2 ദിവസമായിട്ട്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഇന്ന് രാവിലത്തേക്ക് കുറച്ച് ഓക്കെയാണ്. പിന്നെ നമുക്ക് മിസ് ചെയ്യാൻ പറ്റാത്ത കല്യാണമായി. നമുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ. അതുകൊണ്ട് പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. ഏട്ട സൈഡിൽ ഡ്രൈവ് ചെയ്യുന്നുണ്ട് കേട്ടാ. കാണുന്നില്ല, കുറച്ച് കഴിഞ്ഞ് കാണിച്ചു കൊടുക്കാം. നമ്മൾ ഫോൺ ഇവിടെ ഫിക്സ് ചെയ്തിട്ടാണ് ഉള്ളത്. തൽക്കാലം കൈ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ ചെക്കന്റെ വീട്ടിലേക്ക് പോവാ. ഇന്ന് നമുക്ക് കല്യാണ വിശേഷങ്ങളെല്ലാം കാണാം അല്ലെ കണ്ണപ്പാ? സുന്ദരി അങ്ങനെ എന്താ അമ്മന്റെ വാവയെന്നാ വിളിക്കണ്ടേ? കണ്ണപ്പാന്നപ്പ ആരാ വിളിക്കുവാ? അഖില് വില്ലേച്ചിയാ? നിച്ചോട്ട് സുന്ദരി കുട്ടി ആയിട്ടാ. ഞാൻ സുന്ദരി ആയോ ചോദിച്ചേ? അമ്മ ചോദിക്കണ നീച്ചോട്ട് സുന്ദരി ആയോ ചോദിച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് പോവാ. ലെറ്റ്സ് മതിപ്പാ. അപ്പൊ നമ്മള് തളിപ്പറമ്പ് എത്തിയിട്ടുണ്ട്. തളിപ്പറമ്പെന്ന് ബൊക്ക ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാറിന്റെ മുന്നിൽ വെക്കൂല്ലേ ചെക്കനെ കൊണ്ടുപോകുമ്പോളെ. അപ്പൊ ആ ബൊക്ക മേടിക്കാൻ വേണ്ടിട്ട് ഇവിടെ നിർത്തിയിട്ടുള്ളത്. ഏട്ടൻ മേടിക്കാൻ പോയിട്ടുണ്ട്. ഇനി അത് മേടിച്ച് വെച്ചിട്ട് നമുക്ക് നേരെ ചെക്കന്റെ വീട്ടിലേക്ക് പോവാം. ജോബി മാമന്റെ അനിയന്റെയാ? എന്റെ കണ്ണന് മൂക്കടച്ചോണ്ട് വർത്താനം പറയാൻ പറ്റുന്നില്ല അല്ലേ? നല്ലോണം മൂക്കടച്ചു എന്നടാ. ഇപ്പൊ കുറച്ച് ശരിയായി അല്ലേ? അല്ലേ? ഏട്ടൻ ബൊക്കെല്ലാം പിടിച്ചിട്ട് ഇങ്ങനെ നടന്ന് വരുന്നുണ്ട്. ബൊക്കയും കയ്യിൽ പിടിച്ചിട്ട് നടന്നു വരുന്ന ചുട്ടി അച്ഛ ഇപ്പൊ വരും. ഇതാ കണ്ടാ? ഇതാ ബൊക്ക റെഡി, ബൊക്ക റെഡി. വൈറ്റ് ഫ്ലവർ തന്നെ അല്ലേ? ഇന്ന് ബുധനാഴ്ചയാന്നേ. ബുധനാഴ്ച മുതൽ മഴ തുടങ്ങുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് കണ്ടിന് ന്യൂസ്. പക്ഷെ ഇന്ന് വെയിൽ തന്നെയാന്ന്, വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. എന്നാണ് ശ്രീകണ്ഠാപുരത്താണ് കേട്ടോ കല്യാണം. ഇവരെ സ്ഥലം കാപ്പുങ്കര എന്ന് പറയുന്നതാണ് എക്സാക്ട് ഇവരെ സ്ഥലം വരുന്നത്. ശ്രീകണ്ഠാപുരത്ത് നിന്നാണ് കല്യാണം. നമുക്ക് നേരെ വീട്ടിലേക്കാണ് ആദ്യം പോകേണ്ടത്. എന്നിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് പോകണം. നമ്മള് വീട്ടിലെത്താനായേ. 9:30 ചെക്കൻ ഇറങ്ങേണ്ട സമയം. അപ്പൊ നമ്മള് ലേറ്റ് ആയിട്ടില്ല, എത്തിയിട്ടുണ്ട് 9 മണിക്ക് മുമ്പേ ആയിട്ട്. ഇതാണ് ചെക്കന്റെ വീട്. നമ്മളതിനകത്തേക്കെല്ലാം കേറട്ടെ, എന്നിട്ട് കാണിച്ചു തരാം കേട്ടാ. കേട്ടാ ഹായ് ജോക്കിട്ടാ. കുട്ടന്റെ ഡ്രസ് അടിപൊളിയാണേ. ആരാ വാങ്ങി തന്നേ? അപ്പയാ? അടിപൊളി ലുക്ക് ആയിട്ടുണ്ട് കേട്ടാ. ഈ ചുട്ടിന്റെ അടുത്ത് നിക്ക്, രണ്ടാളും അടുത്ത് തന്നെ അടുത്ത് വെക്കടാ. അങ്ങനെ ഫൈനലി നമ്മള് ചേച്ചീന്റെ അടുത്ത് എത്തി. ഇതാ അപ്രതീക്ഷിതമായിട്ട് നമ്മള് പച്ചയായി പോയി. നമ്മള് പറഞ്ഞിട്ടേ ഇല്ല അല്ലേ ചേച്ചി? കുറഞ്ഞു പോയോ? വെറുതെ അല്ല, തായറങ്ങ്. അപ്പൊ ഇതാ സുന്ദരി മണിയായിട്ട് വെക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടാണ്. ഒട്ടിച്ച് കഴിക്കേണ്ടെന്നെങ്കിലും കഴിക്ക് പോയിട്ട് എനിക്ക് ലിപ്സ്റ്റിക് നമുക്ക് ആദ്യമായിട്ടാ. എല്ലാവരും വന്ന് തുടങ്ങുന്നുണ്ട്. കുറച്ച് പേരൊക്കെ വന്നിട്ട് അകത്തേക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓഡിറ്റോറിയത്തിൽ നിന്നാണ് കല്യാണം. അപ്പം കുറേ പേരൊക്കെ ഡയറക്റ്റ് അങ്ങോട്ടേക്ക് വരുമായിരിക്കും. ഇവിടുന്ന് ഒരു ബസ് പോകുന്നുണ്ട്. അപ്പോൾ ആ ബസ്സിന് കൊള്ളുന്ന ആൾ ഇവിടുന്ന് അങ്ങനെ പോകും. അപ്പോൾ ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട് പാസ്റ്റർ വന്നിട്ട് അവർക്ക് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉള്ളിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് പേരൊക്കെ പുറത്തായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ബൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇനി അത് ഫിക്സ് ചെയ്യണം കാറിന്. ഇനിയിപ്പം ഇങ്ങനെ എയർ വെച്ചിട്ട് ഇങ്ങനെ ഫിക്സ് ആക്കുന്ന സെറ്റപ്പാണ് ഇപ്പോൾ. പണ്ടത്തെ പോലെ ഒട്ടിക്കലല്ല. അപ്പോൾ അതുകൊണ്ട് അത് ജോബിയേട്ടൻ വീട്ടിൽ പോയിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വെച്ചിട്ടുണ്ടായിട്ടാണ്. അപ്പോൾ ജോബിയേട്ടൻ അത് ഫിക്സ് ചെയ്യാന്ന്. ഇനി അതെല്ലാം സെറ്റാക്കിയിട്ട് ചെറുക്കനും ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ പറ്റും.
എന്നുണ്ട്? റെഡി അല്ലേ? ടെൻഷൻ തുടങ്ങിയ ചെറുതായിട്ട്. അവരെത്ര മണിക്ക് എത്തുന്ന? അങ്ങനെ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട സമയമായി. അപ്പോൾ ഇതാ ചെറുക്കനെ ഇറക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫേഴ്സ് പറയുന്ന പോലെ അതേപോലെ നടന്നിട്ട് അങ്ങനെ ചെക്കൻ ഇറങ്ങുന്നുണ്ട്. ബാക്കി കുറച്ച് ആൾക്കാർ ഇറങ്ങി. ബാക്കിയുള്ളവർക്ക് ബസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോയിട്ടാ. അങ്ങ് റോഡിലാണ് ബസ് നിർത്തി. അവരെ വീട്ടിൻ്റെ അങ്ങോട്ടേക്ക് ബസ് വലിയ ബസ് അങ്ങനെ പോവില്ല. അങ്ങനെ ഫൈനലി നമ്മൾ കാറിൽ കയറി. ഞാനും ചേച്ചിയും ബാക്കിലിരുന്നു. പിന്നെ ഇവരെ പപ്പയും മമ്മിയും പിന്നെ ഏട്ടനും കല്യാണച്ചക്കനും പിന്നെ പിള്ളേരും ഇത്രയും ആളാണ് നമ്മൾ വണ്ടി കയറിയിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് കുറച്ച് അടുത്ത് തന്നെയാണ് കേട്ടോ. ഒരു 10 മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ ഓഡിറ്റോറിയത്തിലേക്ക്. വേഗം തന്നെ എത്തും. ഓഡിറ്റോറിയത്തിലെത്തിയിട്ട് ഞാനും ഷാരോൺ ചേച്ചിയും ബാക്കിൽ പെട്ടുപോയി. ചെറുക്കൻ ഇറങ്ങാൻ വിടാണ്ട് അവർ ഫുള്ള് ഫോട്ടോ എടുക്കുന്നു. നമുക്ക് ബാക്കിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങാനും വിടുന്നില്ല. അവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് അവിടെ നമ്മൾ കുറേ നേരം അകത്ത് തന്നെ ഇരുന്നു. ഇപ്പോൾ കണ്ടത് കല്യാണപ്പെണ്ണിൻ്റെ ചേച്ചിയാണേ. ഓടി വന്നിട്ട് നമ്മളോട് വർത്തമാനം പറഞ്ഞു. അവരുടെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ അടുത്ത് തന്നെ. അവരെല്ലാവരും നമ്മളെ വീഡിയോസൊക്കെ കാണുന്നതാണ്. അപ്പോൾ കുറേ നേരം ഫോട്ടോ എടുപ്പലും കഴിഞ്ഞിട്ട് ചെക്കനെ വണ്ടിയിൽ നിന്ന് ഇറക്കലായി. പെണ്ണിൻ്റെ വണ്ടി തൊട്ടടുത്ത് തന്നെ ആയിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെക്കൻ ഇറങ്ങി പോയിട്ട് പെണ്ണിനെ ഇറക്കാനാണ് അവിടുന്ന് ഫോട്ടോഗ്രാഫേഴ്സ് പറയുന്നത്. അപ്പോൾ അതുപോലെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോ വീഡിയോ എടുക്കുന്ന അവർ ആണല്ലോ എങ്ങനെയാണ് കല്യാണത്തിൻ്റെ ചടങ്ങ് പോകേണ്ടത്, എങ്ങനെയാണ് കല്യാണം പോകേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്ന അവരുടെ കയ്യിലാണല്ലോ. അതുകൊണ്ട് അവർ പറയുന്ന പോലെ ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സ്റ്റേജ് ഡെക്കറേഷൻ ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. നല്ല ലൈറ്റിംഗ് ആണ്. എസ്പെഷ്യലി ആ സ്റ്റേജിലുള്ള ലൈറ്റിങ് നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ഒരു പുറത്തൊക്കെ കുറച്ച് ഇരുട്ടും ആ സ്റ്റേജിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആ ഒരു യെല്ലോ ലൈറ്റും ബാക്കിയുള്ള ഫ്ലവർ ഡെക്കറേഷൻ ആയാലും കയറിപ്പോകുന്ന വഴിയിലുള്ള കുഞ്ഞു കുഞ്ഞു ഷോസ് ആയാലും എല്ലാം നല്ല നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. നമ്മൾ കുറച്ച് ബാക്കിലായിട്ടാണ് കേട്ടോ ഇരുന്ന്. ഒരു ഫാന് നോക്കിയിട്ട് അതിൻ്റെ താഴെ പോയിരുന്നതാണ്. പിന്നെ നിച്ചൂട്ടി പെട്ടെന്ന് മുഷിപ്പെല്ലാം കാണിക്കുന്നുണ്ടെങ്കിൽ എടുത്തിട്ട് പുറത്തേക്ക് പോകണമല്ലോ. അതുകൊണ്ട് നമ്മൾ ബാക്കിലാണ് ഇരുന്നേ. അവിടെ നിന്ന് കുറച്ച് നേരം കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവർ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം തുടങ്ങി. കുറേ ചടങ്ങൊക്കെ ഡിഫറെൻ്റ് ആണല്ലോ. നമ്മൾ ഹിന്ദു വെഡ്ഡിങ് പോലെ അല്ലല്ലോ. ഞാനിത് സെക്കൻഡ് ടൈമാണ് ഒരു ക്രിസ്ത്യൻ വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വെഡ്ഡിങ് അറ്റൻഡ് ചെയ്തത് ഒരു 7 വർഷം മുന്നേ ഷാരോൺ ചേച്ചീൻ്റെയും ജോബി ഏട്ടൻ്റെ തന്നെയായിരുന്നു. നമ്മൾ കല്യാണത്തിന് മുന്നേ ആണ്, എൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിന് മുന്നേ ആണത്. അങ്ങനെ പോയിട്ട് ഇതേ സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ. അവരെ കല്യാണം ഉണ്ടായിരുന്ന ഇതേ ഓഡിറ്റോറിയത്തിലായിരുന്നു. അപ്പം അവിടെയാണ് ഫസ്റ്റ് ടൈം ഒരു ക്രിസ്ത്യൻ വെഡ്ഡിങ് അറ്റൻഡ് ചെയ്തത്. ഇതിപ്പോൾ സെക്കൻഡ് ടൈം അവരനിയൻ്റെ കല്യാണം. അന്ന് അവരെ കാറും കല്യാണക്കാർ ചെറുക്കനും പെണ്ണിനെയും കൊണ്ടുവന്ന കാറും നമ്മളെ ബലേനോ കാർ തന്നെയായിരുന്നു കേട്ടോ. കറക്റ്റ് ആ ഒരു സമയമാകുമ്പോഴായിരുന്നു നമ്മൾ ബലേനോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അതും നല്ലൊരു മുഹൂർത്തമായി 2 കല്യാണത്തിനും. അവിടെ എല്ലാ ചടങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ്. ചടങ്ങ് എനിക്ക് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ അറിയില്ല കേട്ടോ, എന്താണ് ഏതാണെന്നൊക്കെ. കുറേ പാസ്റ്റർമാരുണ്ടായിരുന്നു. അവരിങ്ങനെ ഓരോരാൾ വന്നിട്ട് ആശംസ പറയലും ബാക്കി ചടങ്ങുകളൊക്കെ ചെയ്യും എല്ലാം ചെയ്യുന്നതാണ് ഇപ്പോൾ സ്റ്റേജിൽ നടക്കുന്നത്. അതിൻ്റെ ഓരോ എന്താണ് അവരെ കാര്യങ്ങൾ, ആ പേര് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അവരിങ്ങനെ പറയുന്നുണ്ട് ഓരോരാളായിട്ട് വന്നിട്ട്.
അപ്പോൾ നിച്ചൂട്ടിക്കാണെങ്കിൽ നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ 7 മണിക്കേ എണീച്ചില്ലേ. സാധാരണ 9 മണി 9:30 നിച്ചൂട്ടി എണീക്കൽ. അപ്പോൾ ഇന്ന് നല്ല ഉറക്കം വന്നതുകൊണ്ട് ഞാനിങ്ങനെ എടുത്ത് ഇങ്ങനെ ആട്ടിക്കൊടുക്കുമ്പോൾ മെല്ലെ ഇങ്ങനെ ഉറങ്ങാൻ തോന്നുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങുകയും ചെയ്തു. ആ കഫക്കെട്ടിൻ്റെ ഡിസ്റ്റർബൻസ് കൂടെ ഉള്ളതുകൊണ്ട് വേഗം ഉറങ്ങി. അല്ലെങ്കിൽ ഇത്രയും ശബ്ദം ഉണ്ടാകുമ്പോൾ ഒന്നും നിച്ചുവിന് ഉറങ്ങാനൊന്നും പറ്റുകയില്ല. പക്ഷെ ആ ഒരു സുഖമില്ലാത്തതുകൊണ്ട് പാവം വേഗം ഉറങ്ങിപ്പോയി. നമ്മൾ കയറിയാൽ ഉടനെ ഒരിക്കലും മുമ്പിലോട്ട് വന്ന് കുറെ നിർദ്ദേശങ്ങൾ നമുക്ക് തരും. അങ്ങനെ ചടങ്ങൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ എണീറ്റിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അനിച്ചു ഉറങ്ങിയിട്ട് എണീക്കാനായ മൂഡിലാണ് ഉണ്ടായി. ഇടയ്ക്കിടയ്ക്ക് എണീച്ച് ഇങ്ങനെ കരയുന്നുണ്ടായിന്. എന്നിട്ട് പിന്നെ നമ്മൾ വേഗം ഒന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നു. വീണ്ടും ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് കയറണ്ടല്ലോ. കുറച്ച് പേരൊക്കെ ഫുഡ് കഴിക്കാൻ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഉറക്കം കിട്ടിയതുകൊണ്ട് നല്ലതായിട്ട് അനീച്ചൂട്ടിൻ്റെ മൂഡും ഏകദേശം ശരിയായി. ഒരു മണിക്കൂറിലധികം ഉറങ്ങിയല്ലോ, അതുകൊണ്ട് നന്നായി മൂഡും കുറച്ച് ശരിയായി. അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനൊന്നും തീരെ മൂഡ് ഉണ്ടാവട്ടില്ല. എല്ലാവരും ഇങ്ങനെ വന്ന് ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടേ നമ്മളെ കുറേ പേര് വന്നിട്ട് വർത്താനമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ ഇവിടെ എങ്ങനെയാ റിലേഷൻ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് വർത്താനം പറഞ്ഞിട്ടുണ്ട്. ഫുഡിന് ആദ്യം തന്നെ സ്റ്റാർട്ടറായിട്ട് കട്ട്ലറ്റും സോസും കൊണ്ടു തന്നിട്ടുണ്ട്. ചിക്കൻ കട്ട്ലറ്റാണ് ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ബാക്കി ഫുഡ് ചോറാണ്. എനിക്ക് ഓർമ്മയുണ്ടായിട്ടില്ല. ഞാൻ ബിരിയാണി എന്നുള്ള മൈൻഡിലാണ് ഉണ്ടായത്. ക്രിസ്ത്യൻ വെഡിങ്ങിന് ഈ ചോറും ഫിഷും ചിക്കനും ബീഫും പിന്നെ ബാക്കി പച്ചക്കറികളും എല്ലാം അങ്ങനത്തെ ഫുഡാണെന്നെല്ലാം ഉണ്ടാവുക. അതുകൊണ്ട് എല്ലാം കൂടെ കുറച്ച് എടുത്തിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റാണ് ഉണ്ടായിന് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഉണ്ടായത്. പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് അകത്തേക്ക് കയറുമ്പോഴേക്കും അവിടെ കാര്യമായിട്ട് ഫോട്ടോ എടുപ്പ് നടക്കുകയാണ്. എല്ലാവരും കൂടെ പോയിട്ട് ചെറുക്കനെയും പെണ്ണിനെയും കൂടെ അങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവർ വിടുന്നേ ഇല്ല. ഫോട്ടോഗ്രാഫേഴ്സ് ഓരോ പോസ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ പറയുന്നുമുണ്ട്. നമ്മൾ കുറച്ച് നേരം ഓഡിറ്റോറിയത്തിൽ അങ്ങനെ ഇരുന്നിട്ട് സമയം സ്പെൻഡ് ചെയ്തു. നിച്ചോട്ടിക്ക് വെള്ളം വേണമെന്നെല്ലാം പറഞ്ഞിട്ട് ഇടയ്ക്ക് വെള്ളമെല്ലാം കൊടുത്ത് നല്ല ചൂടും ഉണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ചൂട് കുറച്ച് കൂടുകയും ചെയ്തു. രാവിലെ ഒന്നും കഴിച്ചില്ല, ചായ മാത്രമേ കുടിക്കില്ല. കുഴപ്പമില്ല. അപ്പൊ നമ്മള് നല്ല അടിപൊളി ഫുഡെല്ലാം കഴിച്ചേ. എന്നിട്ട് വണ്ടിയിൽ കയറി ഇരിക്കുന്നിട്ട് ഭയങ്കര ചൂട്. ഫുഡും കൂടെ കഴിക്കുമ്പോഴേക്ക് ചൂട് കൂടി. കുറച്ചേരം അവിടെ നിന്നു. എന്നിട്ട് വണ്ടിയിൽ ഇരിക്കുവന്ന് AC കൊണ്ട് തണുപ്പിലിരിക്കാലോ കുറച്ചേരം. ചെറുക്കനും പെണ്ണെല്ലാം ഫുഡ് കഴിക്കുന്നേ ഉള്ളൂ. ഇനി അവര് ഫുഡ് കഴിച്ചിട്ടേ നമുക്ക് പോവാൻ പറ്റുള്ളൂ. നമുക്ക് ചെറുക്കനെയും പെണ്ണിനെയും കൂട്ടിട്ട് പോണല്ലോ. അപ്പൊ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നേട്ടാ? ഫുഡ് അടിപൊളി ഫുഡ്. എന്താ ഏറ്റവും ഇഷ്ടമായ? ബീഫ്. ഏട്ടന് പിന്നെ ബീഫെല്ലാം ഇഷ്ടാവും. ബീഫും ചിക്കനും ഫിഷും പിന്നെ പച്ചക്കറിയും എല്ലാം ഉണ്ടായിരുന്നു. നീച്ചൂന് എന്താ ഏറ്റവും ഇഷ്ടായേ? എന്താ ഇഷ്ടായ ഏറ്റവും? ചിക്കനാ? ചിക്കൻ ഫ്രൈയാ? അമ്മക്കും ചിക്കൻ ഫ്രൈ തന്നെ. അച്ചക്ക് മാത്രം ബീഫ്. അമ്മക്കും നീച്ചൂനും ചിക്കൻ ഫ്രൈ ഇഷ്ടായി അല്ലേ? ബാക്കി എല്ലാവരും കഴിക്കുന്നേ ഉള്ളൂ. അപ്പൊ നമ്മള് കുറച്ച് റെസ്റ്റ് എല്ലാം എടുക്കട്ടെ. എന്റെ ചെക്കനും പെണ്ണെല്ലാം വന്നിട്ട് പോകുമ്പോ കാണാം കേട്ടാ. നമുക്ക് ബോറടിച്ചു മോളെ. 2:30 സമയം. നമ്മൾ 1 മണിക്കൂറായി ഇതിനകത്ത് പോസ്റ്റ് ആയിട്ട്. ആടെ വീഡിയോ എടുക്കും. ഫോട്ടോഗ്രാഫേഴ്സ് വിടുന്നില്ല ചെക്കനും പെണ്ണിന്. പുറത്താണെങ്കിൽ നല്ല ചൂടും. പുറത്ത് ഭയങ്കര ചൂടും. അതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ മണിക്കൂറായി ഡീസലും കത്തിച്ച് നമ്മൾ AC ഇട്ടിരിക്കുന്നു. കട്ട പോസ്റ്റ് ആയിട്ടാ ഉള്ളത്. പിന്നെ അവര് ഫുഡ് കഴിക്കണം അത്രേ. അവര് വിടുന്നില്ല. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഫോട്ടോ എടുപ്പ് കഴിഞ്ഞോന്ന്. പക്ഷെ കഴിഞ്ഞിട്ടില്ല കേട്ടാ. അവര് വിടൂല. അങ്ങനത്തെ തന്നെയല്ലേ. പിന്നെ നമ്മളെ പോലെ ഹിന്ദു വെഡിങ് ആണെങ്കിൽ വീട്ടിൽ കയറേണ്ട ടൈമില്ലേ, ഇത്ര മണിക്ക് വീട്ടിൽ കയറണം, അവിടുന്ന് ഇറങ്ങേണ്ട സമയമെല്ലാം ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ആ ടൈം കറക്റ്റ് ആക്കാൻ വേണ്ടിട്ട് ഓട്ടവും ചാട്ടവും ആയിരിക്കും. അമ്മാവന്മാരെല്ലാം ഓടിക്കും. മതി നടക്കും, ഫുഡ് കഴിക്കുക പറഞ്ഞിട്ട്. ഇവർക്ക് പിന്നെ അങ്ങനത്തെ സമയവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തിരക്കില്ലല്ല. അതുകൊണ്ട് അടിച്ച് ഫോട്ടോ എടുക്കുമെന്ന് നിച്ചൂട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഓടിച്ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിയിട്ട് നിച്ചു. നല്ലൊരു ഉറക്കം കിട്ടി നിച്ചുന്. അതുകൊണ്ടാണ് ഇതില്ലാത്ത. അല്ലെങ്കിൽ ആ ഉറക്കം ശരിയായി നോക്കുന്നുണ്ട് നിച്ചൂട്ടി. അന്ന് അവരെ
ശരവെല്ലിനെ കാണുന്നില്ല. അങ്ങനെ ഫൈനലി പെണ്ണും ചെറുക്കനും വന്നു കേട്ടോ വണ്ടിയിലേക്ക്. അവരും നല്ലോണം മുഷിഞ്ഞ് ചൂടെടുത്ത് പണ്ടാരടങ്ങിയിട്ടുണ്ട്. അതിന് വേർത്ത് കുളിച്ച് വണ്ടി കയറി ഉടനെ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ട ഫോട്ടോഗ്രാഫേഴ്സ് വിട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിടുകയും ചെയ്തു കേട്ടോ. വണ്ടി പെണ്ണിൻ്റെ വണ്ടി നമ്മളെ ബാക്കിൽ വരുന്നുണ്ട്, നമ്മൾ ഫ്രണ്ടിലായിട്ട് അങ്ങനെ വിട്ടു. നേരെ ഇനി ചെറുക്കൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇവരും പെണ്ണിൻ്റെ വീട്ടുകാരും നമ്മുടെ ഹിന്ദു വെഡിങ്ങിലെ പോലെ തന്നെ ചെറുക്കൻ്റെ വീട്ടിലേക്ക് വരും. അങ്ങനെ എല്ലാവരും കൂടെ ചെറുക്കൻ്റെ വീട്ടിലേക്ക് ഇനി ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ കാണാൻ എനിക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. എന്താണ് വേറൊരു റിലീജിയനിലുള്ള ചടങ്ങുകളൊന്നും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെറുക്കനും പെണ്ണും അകത്തേക്ക് കയറ്റുകയാണ്. നമ്മളൊക്കെ ആണെങ്കിൽ വിളക്കൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളെല്ലാം ഉണ്ടല്ലോ. പക്ഷെ ഇവിടെ ഇവർക്ക് നോർമലായിട്ടുള്ള ചടങ്ങ് മാത്രമേ ഉള്ളൂ, അങ്ങനെയൊന്നുമില്ല. ചെറുക്കൻ്റെ അമ്മ പെണ്ണിൻ്റെ കൈയും പിടിച്ചിട്ട് അങ്ങനെ അകത്തേക്ക് കയറ്റി. ഇനിയാണ് ഇവർക്ക് സാരി മാറലും കാര്യങ്ങളും എല്ലാം ഉള്ളത്. അപ്പോൾ അതെല്ലാം നല്ല ഇതൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ തന്നെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഇവരെ വെഡിങ്ങിൻ്റെ മൊമെൻറ്റ്സ് എപ്പോഴും ഇതിലുണ്ടാവുമല്ലോ, യൂട്യൂബിൽ ഇവർക്ക് ഒരു ഓർമ്മയായിട്ട് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഭയങ്കര സന്തോഷം ഈ ഒരു ചടങ്ങെല്ലാം ഇങ്ങനെ എടുക്കാൻ പറ്റിയതിൽ. അങ്ങനെ ആൾക്കാരൊക്കെ വന്നിട്ട് അകത്തേക്ക് വീട് കാണാനൊക്കെ പോകുന്നുണ്ട്. അവിടെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിച്ച് നമ്മയും കഴിച്ചു. അപ്പോൾ ഇത് അമ്മേൻ്റെ സ്റ്റുഡൻ്റ് ആണ് കേട്ടോ, പണ്ട് പഠിപ്പിച്ച കുട്ടിയാണ്. എൻഗേജ്മെൻറ്റിന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവൾ നിച്ചൂട്ടിൻ്റെ കൂടെ ഇങ്ങനെ കളിക്കുകയാണ്, ദിൽഷ എന്നാണ് പേര്. കുറച്ച് നേരം നിച്ചൂട്ടിൻ്റെ കൂടെ അങ്ങനെ കളിച്ച് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ കല്യാണം വീട്ടിൽ നിന്ന് ഇറങ്ങിയേ. അങ്ങനെ കല്യാണം ഇങ്ങനെ കഴിഞ്ഞ് ഇനി അവിടെ അവർ സാരിയൊക്കെ മാറ്റുന്ന ഇതെല്ലാം ഉണ്ട്. നമ്മൾ കല്യാണ സാരി ഇവർ ചെറുക്കൻ്റെ വീട്ടിൽ നിന്നുള്ള സാരി മാറണമല്ലോ. അപ്പം അതൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ അതിന് മുന്നേ ആയിട്ട് ഇറങ്ങിയിട്ടാ. നീച്ചോട്ടിക്ക് ഇത് ഉറങ്ങുന്നുണ്ട്, രാവിലെ എണീറ്റതല്ല. ഇന്ന് ഫുൾ ഡേ അങ്ങനെ എൻഗേജ്ഡ് ആയി. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഫാമിലിയിൽ, നമ്മുടെ സ്വന്തം ഫാമിലിയിലുള്ള ഒരു കല്യാണം കഴിഞ്ഞ എഫക്റ്റ് അല്ല കേട്ടാ. നമ്മൾ രാവിലെ മുതലേ എൻഗേജ്ഡ് ആയിട്ട് ഇങ്ങനെ ഒരു ഫുള്ളി എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു കല്യാണം കൂടിയിട്ട് കുറേ ആയി. ശരിക്കും നമ്മുടെ ഫാമിലി പോലെ തന്നെയാണ് കേട്ടോ, ജോബിനായിട്ടുള്ള ഷാരോഴിച്ചെല്ലാം. അപ്പൊ നമ്മുടെ ഫാമിലിയിലുള്ള ഒരു കല്യാണം കഴിഞ്ഞ ഫീൽ തന്നെ. പിന്നെ ഭയങ്കര സന്തോഷം എന്താന്ന് വെച്ചാൽ പെണ്ണ് നമ്മുടെ പാപ്പനശ്ശേരി ആയതുകൊണ്ട് പെണ്ണിന്റെ അമ്മയും ചേച്ചിയും എല്ലാം നമ്മളെ വീഡിയോസ് സ്ഥിരം കാണുന്നതാണ്. അതുകൊണ്ടും കൂടി ഭയങ്കര സന്തോഷമായി ആ കല്യാണത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയാം. അവരെ സ്നേഹം കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ വക ജെറിനും ബെറ്റിക്കും വിഷസ് ഒക്കെ പറയാട്ടോ. അവർക്ക് ഒരു ഹാപ്പി മാരീഡ് ലൈഫ് വിഷ് ചെയ്യാണ്. അപ്പൊ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.